ഹലോ എവ്രിവൺ, വെൽക്കം ടു മാഷ്മെലോസ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് ബോർഡർ ഐഡിയാസ് നോക്കുവാണ്. കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ ക്രാഫ്റ്റ്സോ ഡ്രോയിങ്സോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ലേ ഉള്ളത്, എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഡ്രോയിങ് ചെയ്യാനുള്ള സംഭവങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കളേഴ്സും ഡ്രോയിങ് ബുക്കും പിന്നെ ഓരോരോ പെൻസിൽസും എറേസേഴ്സും ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ ക്രാഫ്റ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗമ്മും സിസേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഇനി വീട്ടിൽ ചെന്നിട്ട് വരിവരായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റായിട്ട് കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് നോട്ടീസ് ബോർഡിൻ്റെ ഒരു ബോർഡർ ഐഡിയ നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോട്ടീസ് ബോർഡ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഹെഡിങ് ആയിട്ട് നോട്ടീസ് ബോർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിന് 4 സൈഡിൽ കൂടെ നമുക്കൊരു ഇങ്ങനെ ഒരു ലൈന് വരച്ച് കൊടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അപ്പുറം മൊത്തം ഒന്ന് നന്നായിട്ട് ഷെയ്ഡ് ചെയ്തിടും. ഞാൻ ലൈറ്റ് ബ്ലൂ കളറിട്ട് ചെയ്തെടുത്ത് ഒരു കുഞ്ഞ് പേസ്റ്റൽ കളറിലത്തൊരു സംഭവമാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബോർഡർ ഐഡിയ നോക്കാം, വരൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. സിമ്പിളാണ്, ഡോട്ടഡ് ലൈൻസ് ഒക്കെ വരയ്ക്കണം. സ്കെയിലിട്ടിട്ട് ഇങ്ങനെ 2-3 ഡോട്ടഡ് ലൈൻ, അതായത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരിച്ചിരി ഇവിടെ വെച്ചൊന്ന് നിർത്തുക കേട്ടോ. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിച്ചിരി സ്പേസ് വിടുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് ഫ്ലവർ വരയ്ക്കാനുണ്ട്, ഫ്ലവർ പ്ലാന്റ് വരയ്ക്കാനുണ്ട്. നമുക്ക് അത് വരച്ചെടുക്കാം. കുറച്ച് ലീവ്സും പിന്നെ റോസ് പോലത്തെ ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫ്ലവർ ഇതുപോലെ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇനി സ്കെയിലിട്ടല്ല ചെയ്തതുകൊണ്ട് അത്ര ഫിനിഷിംഗ് ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിലിട്ട് ചെയ്യണം കേട്ടോ. നമുക്കിതിനെ കളർ ചെയ്തെടുക്കാം. ഞാൻ ഈ 2 കളർ വെച്ചാൽ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ബോർഡർ ഐഡിയയിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞും ചുളുങ്ങിയുള്ള വഴി കൂടെയാണ് നമ്മൾ കുറച്ച് വളഞ്ഞിട്ടുള്ള വഴിയിൽ കൂടെയാണ്. അതായത് നമ്മളിങ്ങനെ കേർഡായിട്ടുള്ള ലൈൻസ് വരയ്ക്കണം. 4 സൈഡ്സിൽ നിന്നും വരയ്ക്കണം. അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതില്ലേ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കട്ടെ. ശരി, നമുക്ക് അതുപോലെ തന്നെ അതേ രീതിയിൽ ഇങ്ങനെ തിരിച്ചും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാവേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അല്ല ഇതിങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വരച്ചെടുക്കാം. ഫസ്റ്റ് എല്ലാം ഞാൻ അതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതും ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിന് മുമ്പേ നമുക്ക് ഇവിടെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യമൊന്നുമല്ല, ഒരു നിർബന്ധവും ഇല്ല ഇത് വേണമെന്ന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇത് കളർ ചെയ്യാം. ബൈ.